അമിതമായ ദേഷ്യ സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ആരുമില്ലേ? കുറേ പേരുണ്ട്. അമിതമായ ദേഷ്യം ഒട്ടുമുക്കാലും പേർക്കുണ്ട്. പറയുന്ന എനിക്കുമുണ്ട്. ദേ കൈതാത്തിക്കേ. എന്ത് ചെയ്യണമെന്നറിയോ? ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ആശ്രയിക്കണം. ചാടിക്കടിക്കരുത്, ബഹളം വയ്ക്കരുത്, ദേഷ്യപ്പെടരുത്. കരുണയോടുകൂടെ പെരുമാറണം. കരുണ അത് നമ്മുടെ സ്വഭാവത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണയുടെ സംസാരം ഉണ്ടായിരിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കരുണയുടെ സംസാരം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സംസാരം മാത്രം പോലെ പെരുമാറ്റവും വേണം. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനം, അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? കണ്ടോ? അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവോ? ഇപ്പം ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും പകയും ദേഷ്യവും അരിശവും വഴക്കൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഈശോയെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഈശോ ഉപമ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് എന്താണ്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യണം. എന്തുപോലെ ചെയ്യണം? കരുണ കാണിക്കണം, മറ്റുള്ളവർക്ക് കരുണ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദാസിന്റെ ഒരു പുസ്തകമുണ്ട്. യൂദാസിന്റെ പുസ്തകം ലേഖനത്തില് ഒരു കുഞ്ഞു പുസ്തകമാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ഒരു ആശംസ വചനം എന്താണെന്നറിയോ? 1-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ടവർ, ഈ 2 പേരായി മുഖത്തോടൊന്ന് മുഖം തിരിഞ്ഞ് നിന്നേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ പറ്റുമെങ്കിൽ ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. ഒരു ആശംസ പോലെ പറ്റുമെങ്കിൽ അവരുടെ കയ്യെ പിടിച്ചോണ്ട് അവരോട് പറഞ്ഞ്, നിങ്ങളിൽ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറ, നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഒന്നും കൂടെ പറ. അവരുടെ മുഖത്ത് നോക്കി പറ, നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഒന്നും കൂടെ പറഞ്ഞേ, നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് ആ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവരോട് പറ, ഇത് നിന്നിൽ സംഭവിക്കട്ടെ.